ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിട്ടാണ് വന്നത്. എല്ലാവരും സാദാ പൊരിക്കുന്നതിലും വ്യത്യസ്തമായിട്ട് ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം. അതിനായിട്ട് ഞാൻ ഇത്രയും ചിക്കനാണ് എടുത്തത്. 1/2 കിലോ ചിക്കനായിരിക്കും ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് കുറച്ച് ഐറ്റംസ് അരച്ചെടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം എന്തെല്ലാമാണെന്ന്. വെളുത്തുള്ളി വേണം. ഇത്രയും ചിക്കന് ഇതാ ഈ ഒരു 12 അല്ലി വെളുത്തുള്ളി വേണം. അതുപോലെ ഇതാ കുറച്ച് പീസ് പിന്നെ ഇഞ്ചി, 2 പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസും വേണം. ഇത് ഓരോന്നായിട്ട് ഇത് എല്ലാം മിക്സിയിലേക്ക് ഇട്ട് അടിക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് പൗഡറും കൂടി ചേർക്കാനുണ്ട്. ഇതൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരക്കണം, ഒന്നും അരയാതെ ഉണ്ടാവരുത്. ഇതെല്ലാം ഇട്ട് ഈ ലെമൺ ജ്യൂസും കൂടി അതിലേക്ക് ആക്കിയതിന് ശേഷം നമ്മുടെ പൗഡറെല്ലാം നമുക്ക് ഈ മിക്സിയിൽ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ലെമൺ ജ്യൂസ് ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിനി പച്ചമുളക് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ഇതിലിട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ എരിവിൻ്റെ കാരണം കുട്ടികൾക്ക് പ്രശ്നമായതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട്. അപ്പോൾ ഈ ഒരു പച്ചമുളക് എനിക്ക് മതിയാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ നിങ്ങൾക്ക് ആവശ്യമായ ഉപ്പും കൂടിയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാനായി വെള്ളമൊന്നും ആഡ് ആക്കുന്നില്ല. ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ച് മിക്സി ടോപ്പ് അടച്ച് വെച്ച് നല്ല പോലെ അരച്ചെടുക്കുക. ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചിട്ട് കൊണ്ടുവരണേ. അപ്പോൾ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം ഒന്നും ആഡ് ആക്കുന്നില്ല. ഈ ചിക്കന് നമ്മൾ കഴുകിയപ്പോൾ ഉണ്ടാവുന്ന ആ വെള്ളം തന്നെ മതിയാവുന്ന, ആ വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റ് തന്നെ മതിയാവുന്നതാണ്. എക്സ്ട്രാ ചേർക്കേണ്ടതൊന്നുമില്ല. ഇനി ഈ മിക്സിയിലെ അരച്ച പേസ്റ്റ് മുഴുവൻ ഇതിലേക്കിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. ഉപ്പ് മിക്സിയിലിട്ടത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ അഥവാ എരിവോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല പോലെ കൈ ഉപയോഗിച്ച് തന്നെ ഓരോ ചിക്കനിലും മസാല നല്ല പിടിക്കുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വേണ്ടത് 1 സ്പൂണ് കോൺഫ്ലോർ ആണ്. അതും കൂടിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എത്ര ടൈം ആയാലും കുഴപ്പമില്ല. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് ഇതിൽ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഞാൻ ഫുള്ളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ മിക്സായി കിട്ടി. ഇനി അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഫ്രൈ പാനിലാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഒഴിച്ചെടുത്തത്. പിന്നെ ഇനി ഓയിൽ ചൂടായപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അരമണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ വെക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ടൈം വെക്കാവുന്നതാണ്. ഇനി ചിക്കൻ ഞാൻ മുഴുവനും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ചെറിയ തീയിൽ വേവിച്ചെടുത്ത് നിങ്ങൾ സാദാ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കന് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം നല്ല പോലെ തന്നെ ഫ്രൈ ആയി കിട്ടി. ഇനി നമുക്ക് ഈ ഭാഗം കൂടി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ റെഡിയായി കിട്ടുന്നതാണ്. കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിൻ്റെ മേലെ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. എനിക്ക് കറിവേപ്പില ഇടുന്നത് ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. കാണാനും നല്ല ഭംഗിയാണത്. കറിവേപ്പില ഫ്രൈ ചെയ്ത് കിട്ടുമ്പോൾ ആ ചിക്കൻ്റെ കൂടെ കാണാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാ ഭാഗവും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ ക്രിസ്പി ആയി കിട്ടണ്ട.
ഈ ഒരു രീതിയിൽ ഫ്രൈ ആക്കി എടുക്കുക. ഇതൊരു സ്പെഷ്യൽ മസാലയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണൂല്ലേ? ആ ഒരു മാരിനേഷൻ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് പറയുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണ് ഇത് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇനി വേറൊരു സൂപ്പർ ഡിഷുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ.